പലരും പാല് കാച്ചുന്ന ഒരു ഏർപ്പാട്. അറിയുക, നമ്മൾ വീട്ടിൽ കൂടുമ്പോൾ അന്ന് ഏത് ഭക്ഷണവും ഉണ്ടാക്കി മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നതല്ലാതെ പാല് കാച്ചിക്കൊണ്ട് തുടങ്ങണം എന്നുള്ളത് നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടല്ല. മറിച്ച് ശ്രദ്ധിക്കുക, മേൽക്കുളങ്ങര അജിത് കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുതിയിട്ടുള്ള വാസ്തുശാസ്ത്രം എന്ന പുസ്തകത്തിലെ 195, 196 പേജിൽ പറയുന്നത്, ഗണപതി ഹോമം ചെയ്ത് ആ രീതിയിൽ തന്നെ പാൽ കാച്ചി നല്ലവണ്ണം പതഞ്ഞ് പാത്രത്തിന്റെ മീതെ കവിഞ്ഞു വീണാൽ ഉണക്കലരി കഴുകിയിട്ട് പായസം വെച്ച് വിഷ്ണുവിനെയും ദേവിയെയും ഭൂമിയെയും പൂജിക്കണം. തിളപ്പിച്ച പാൽ അതിഥികൾക്ക് നൽകണം. അപ്പോൾ നോക്കുക, ഇത് ഒരു പ്രത്യേക ദേവന്മാരെ, ദേവികളെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടിയും മറ്റുമുള്ള ബഹുദൈവാരാധനയുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. കാരണം ഹൈന്ദവ ആചാരങ്ങളുടെ രഹസ്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു പുസ്തകത്തിൽ പാല് കാച്ചുന്നതിന്റെ രഹസ്യം അവർ പറയുന്നത്, മറ്റെല്ലാ ആചാരങ്ങളെയും പോലെ ബാഹ്യരൂപ